ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വൈഡ് നെക്കുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. ചുരിദാർ വളരെ എളുപ്പമാണ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ. അതൊരു വലിയ പാടുള്ള കാര്യമല്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. എന്നാലും ഈ നെക്കൊക്കെ വൈഡായിട്ട് എടുക്കുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. മെയിൻ പീസ് ഇട്ട് ലൈനിങ് ഇട്ട് ഇനി നമുക്ക് കഴുത്ത് നോക്കാം. ഇതിൻ്റെ കഴുത്ത് അത്യാവശ്യം വൈഡുള്ള കഴുത്താണ്. ആ കഴുത്ത് എങ്ങനെയാണ് വൈഡ് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ കഴുത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ കറക്റ്റ് മടക്കി നമ്മളിങ്ങനെ എടുക്കുക. വൈഡ് എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് ഇതുപോലെ സ്കെയിലെടുത്ത് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം. കണ്ടോ? ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബാക്കാണോ ഫ്രണ്ടാണോ കൂടി കിടക്കണം, ആ കൂടിയ ഭാഗത്ത് വെക്കുക. കണ്ടോ? 4 ഇഞ്ചാണ് ഇതിൻ്റെ വൈഡ് കിടക്കുന്നത്. കണ്ടല്ലോ? കറക്റ്റായിട്ട് 4 ഇഞ്ച് വൈഡ് കിടപ്പുണ്ട്. നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക. അപ്പുറം അപ്പുറം അളന്ന് നോക്കുക. 4 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ 4 ഇഞ്ചാണ് ഇതിൻ്റെ വൈഡ്. പിന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ എടുക്കണം. കാരണം ഇത് ക്യാൻവാസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ കഴുത്ത് നോക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ എടുക്കുക. ടേപ്പ് ഇങ്ങനെ സ്ക്വയറായിട്ട് ചരിച്ചെടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് നോക്കുന്നത്. ഇറക്കം. അപ്പം മനസ്സിലായല്ലോ ലെങ്തും വൈഡ് നോക്കുന്നത് എങ്ങനെയാണ്. ഇനി നമുക്ക് വണ്ണം അളന്ന് നോക്കണം. വണ്ണം എന്താ 21, അതായത് 42. അപ്പം നമ്മൾ 21 42 4ആയിട്ട് ഭാഗിച്ച് കിട്ടുന്നതിൽ 1.5 ഇഞ്ചും കൂടെ കൂട്ടണം. ഇപ്പോൾ ഒരു 10.5 ഇഞ്ച് നമുക്ക് എടുക്കണമെങ്കിൽ ആ 10.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ അളന്നെടുത്താൽ മതി. അല്ലാതെ പിന്നെ 5-6 അളവൊന്നും അളക്കേണ്ട കാര്യമില്ല. നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അത്രയും കൂട്ടിയാൽ മതി. അത്രയും തയ്യൽ തുമ്പ് എടുത്താൽ മതി. അതായത് ഒരു സൈഡ് 1.5 ഇഞ്ച് തന്നെ ആവുമ്പോൾ ടോട്ടൽ എത്ര ഇഞ്ച് കൂടുമെന്നറിയാമോ? 6 ഇഞ്ച് വണ്ണം കൂടുകയാണ്. 42 ഇഞ്ച് എന്നുള്ളത് നമ്മൾ 48 ഇഞ്ച് ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം അത് തന്നെ ധാരാളം. അതുകൊണ്ട് 1.5 ഇഞ്ച് വണ്ണം കൂട്ടാവും. പിന്നെ ഷോൾഡർ 7 ഇഞ്ച്, നമ്മുടെ ആം ഹോൾ 7 ഇഞ്ച്, അവിടുന്ന് ഷേപ്പ് താഴോട്ട് 7 ഇഞ്ച്. ഇതാണ് ചുരിദാറിൻ്റെ ഒരു കണക്ക്. അതായത് വലിയ പ്രായപൂർത്തിയായ ആൾക്കാരുടെ ചുരിദാറിൻ്റെ കണക്ക് ഇത് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്തോട്ട് ഒരു 6 ഇഞ്ച് മതി. 6 ഇഞ്ചാണ് സ്ലിറ്റിനിടുന്നത്. ആം ഹോൾ 6 ഇഞ്ച്, ഷേപ്പ് ആം ഹോളിൽ 7 ഇഞ്ച്, ഷേപ്പ് 7 ഇഞ്ച്, സ്ലിറ്റ് 6 ഇഞ്ച്. ഇതാണ് കണക്ക്. പിന്നെ വണ്ണം നമ്മൾ നേരത്തെ അളന്നെടുത്ത്. അപ്പോൾ ഇത് ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി 12 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കുറയ്ക്കണം. നമ്മുടെ അരവണ്ണം ചെസ്റ്റിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് അരവണ്ണം എടുക്കണം. സ്ലിറ്റിൻ്റെ അവിടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. 12.5 എടുക്കണം. മനസ്സിലായോ? ഒന്നര ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ വെച്ചേക്കുന്നത് കേട്ടോ. ആം ഹോൾ 1.5 ഇഞ്ച്. കൈക്കുഴിയിലൂടെ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് വരയ്ക്കുക. നമ്മൾ ഈ വരയ്ക്കുന്നത് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു വരയൊന്നും വരയ്ക്കണ്ട. ആവശ്യമില്ലാതെ വരകളും കുറികളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2-3 വരകളൊന്നും വരയ്ക്കാതെ തയ്ക്കുന്നതിൻ്റെ കാര്യം. നമ്മൾ ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയെടുത്താണ് ആദ്യമേ മാർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു മാർക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞു. അതായത് ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ ഒരു കട്ട് ചെയ്യുക, സ്ലിറ്റ് അറിയാൻ വേണ്ടി മാത്രം.
കട്ട് ചെയ്തു. ഇനി ഇതിന്റെ കൈ കട്ട് ചെയ്യുക. എത്രയാണ് കൈവണ്ണം ഇറക്കം എന്നൊക്കെ നോക്കിയിട്ട് കൈവണ്ണം ഇറക്കം അനുസരിച്ച് കട്ട് ചെയ്യുക. തുണി കുറവാണെങ്കിൽ നമ്മൾ ഇതിൽ പീസ് കൊടുത്ത് അടിക്കേണ്ടി വരും. ഇത് തുണി കുറവാണ്, അപ്പൊ ഇതിൽ കുറെ പീസ് കൊടുത്ത് അടിച്ചാലേ ഇത് കൈ തയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ കസ്റ്റമറോട് പറയണം നേരത്തെ, ഇതിൽ തുണി കുറവാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തയ്ക്കാൻ പറ്റൂല, ഇതിൽ പീസൊക്കെ വെച്ച് അടിക്കേണ്ടി വരും എന്നൊക്കെ കസ്റ്റമറോട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ പീസ് വെച്ച് അടിച്ചിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ കഴുത്ത് വൈഡ് നെക്കാണ്. അപ്പം നമ്മൾ ക്യാൻവാസിൽ വൈഡ് നെക്ക് വെട്ടിയെടുക്കണം. 4 ഇഞ്ചാണ് നമ്മൾ വൈഡ് കണക്കാക്കിയത്. അപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് ഇറക്കം വയ്ക്കുന്നത്. ഒരു 1 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടി ക്യാൻവാസിന്റെ 4 ഇഞ്ച് കണ്ടോ, 4 ഇഞ്ച് വൈഡ് എടുക്കും. കറക്റ്റ് 4 ഇഞ്ച് തന്നെ എടുക്കണം. താഴെ 4 ഇഞ്ച് തന്നെ എടുക്കണം. എന്നിട്ട് അതിങ്ങനെ സ്ക്വയർ പോലെ വരയ്ക്കുക. മുകളിൽ 4 ഇഞ്ച് താഴെ 4 ഇഞ്ച് സ്ക്വയർ പോലെ വരച്ചിട്ട് ഒരു ചെറിയ ഷേപ്പ് കൊടുത്താൽ മതി അവിടെ കേട്ടോ. കോണിന്റെ അവിടെ ഒരു ചെറിയ ഷേപ്പ്, അത്രയും ഷേപ്പ് കൊടുത്താൽ മതി. പിന്നെ ഇതാ ക്യാൻവാസ് വെട്ടിയെടുക്കാനായിട്ട് ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ അകലത്തിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ക്യാൻവാസ് വെട്ടിയെടുക്കുന്നു. ക്യാൻവാസ് വെട്ടുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊന്നും കൂട്ടിയും കുറച്ചും വെട്ടേണ്ട കാര്യമില്ല. കാരണം കറക്റ്റാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്, തയ്ക്കുന്നത്. അതുകൊണ്ട് ക്യാൻവാസ് എടുക്കുമ്പോൾ പിന്നെ അതിൽ തയ്യൽ തുമ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. 4 ഇഞ്ചാണ് കഴുത്തെങ്കിൽ 4 ഇഞ്ച് തന്നെ വെട്ടണം. ഇത് നമ്മളിനെ ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്ത് തയ്ക്കാൻ പോവുകയാണ്. ഇതാ അടിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടിയിൽ ലൈനിങ് വെച്ചിട്ട് മേളിൽ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ടൊരു തയ്യൽ വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാം. 2 തുല്യമായിട്ട് കട്ടിടുക. ക്യാൻവാസ് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. തുണി കുറവായതുകൊണ്ട് കുറേ പീസൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ ചുരിദാർ കേട്ടോ. പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ തയ്ച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ 7 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അല്ല ഷോൾഡർ കൊടുത്തേക്കുന്നത്. 4 ഇഞ്ച് തന്നെ നമ്മൾ വൈഡായി. അപ്പോൾ പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഇനി കുറച്ച് ഭാഗമേ ഉള്ളൂ, അത്രയും തന്നെ വേണ്ട. ഇനി ഇത് അടിയിലോട്ട് മടക്കി വെച്ച് തയ്ക്കാം. കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ. കഴുത്ത് തയ്ച്ചു. ഇനി നമുക്ക് ആ ലൈനിങ്ങിൽ നമ്മുടെ ക്യാൻവാസ് ഒന്ന് പതിച്ചടിക്കണം. ലൈനിങ്ങിൽ അടിക്കണം ക്യാൻവാസ് പതിച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ പാർട്ടിൽ തയ്യൽ വരില്ല. അതിനാണ് ഇങ്ങനെ ലൈനിങ്ങിൽ ക്യാൻവാസ് പതിച്ചടിക്കുന്നത്.
ഇനി അവിടെ അതിൻ്റെ മീതെ ചെറിയ ഒരു വീതിക്ക് ഒരു അടിയും കൂടെ അടിക്കാം. കഴുത്ത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോള് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് ചേർത്ത് അടിക്കാം. അപ്പം നമുക്ക് തയ്ക്കാൻ കൈ വെച്ച് തയ്ക്കാൻ എളുപ്പമുണ്ട്. അതിനായിട്ട് ഇങ്ങനെ തയ്ച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിന്റെ കഴുത്ത് വെട്ടാം. നമ്മൾ 4 ഇഞ്ച് വൈഡാണ് എടുത്തത്. ആ 4 ഇഞ്ച് തന്നെ ഇതിനും എടുക്കണം. പിന്നെ കഴുത്തറക്കം എത്രയാണെന്ന് വെച്ചാൽ 4 4.5 എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കണം. ഇങ്ങനെ വെട്ടണം. ആദ്യം നമുക്ക് ആ കഴുത്തുകൾ തമ്മിൽ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് തയ്ക്കാം. എന്നിട്ട് കഴുത്ത് വെച്ച് വയ്ക്കാം. ബാക്ക് കഴുത്ത് ചെറിയ വീതിക്കാണ് പീസ് വെച്ച് തയ്ക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിടുക കേട്ടോ. നമ്മൾ മെഷീൻ അടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതുപോലെ കട്ടിടണം, അല്ലെങ്കിൽ പെനഞ്ഞു പോകും. തുണിയൊക്കെ ക്രോസ് തന്നെ, എന്നാലും ചിലപ്പോൾ പെനയും. എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതാ ഇങ്ങനെ തയ്ച്ചു വെക്കണം. ഇനി നമുക്ക് ഇതിലും അതുപോലെ ആം ഹോളും മെയിൻ പീസും ലൈനിങ്ങും കൂടെ ചേർത്ത് തയ്ക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ തയ്ച്ച് വയ്ക്കുമ്പോൾ. എല്ലാം തയ്ച്ച് ഇനി നമുക്ക് മെയിൻ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇത് ഇതുപോലെ മടക്കി ക്ലോസ് ചെയ്ത് ജോയിൻ ചെയ്യണം നമ്മൾ കേട്ടോ. ക്ലോസ് ചെയ്ത് ജോയിൻ ചെയ്യാനാണ് ഇങ്ങനെ അടിക്കുന്നത്. ബാക്ക് കഴുത്തടിക്കാം നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്.
കഴുത്തൊക്കെ വെച്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇനി കൈ വെച്ച് ജോയിൻ ചെയ്താൽ മതി. കൈ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ലൈനിങ്ങിന്റെ ബോട്ടം മടക്കി അടിക്കുന്ന കേട്ടോ, താഴ്വശം. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. സൈഡ് നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതുവരെ അടിക്കാനാണ്. സ്ലിറ്റിന്റെ അതുവരെ അടിക്കാൻ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജോയിനിങ് ഒക്കെ കയ്യിൽ വന്ന് കിടക്കുന്നത്. ലൈനിങ്ങിൽ, മെയിൻ പീസിലല്ല, ലൈനിങ്ങിൽ. നമുക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാം, പിന്നീട് വണ്ണമൊക്കെ അളന്നടിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഴുത്തിന്റെ പ്രിപ്പയർ വീഡിയോ ഇട്ടിരുന്നു. അത് എത്ര പേര് കണ്ടു എന്നറിഞ്ഞില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടോന്നും അറിയില്ല. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കാണണം. കാരണം അതുപോലൊരു വീഡിയോ നിങ്ങൾ ഈ യൂട്യൂബ് മുഴുവനും തിരഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് അത് മിസ് ചെയ്യാതെ ഒന്ന് കാണുക. നമുക്ക് എല്ലാവർക്കും തയ്യൽ അറിയാം, തയ്ക്കാനും അറിയാം, ശരി തന്നെ, എല്ലാവരും തയ്ക്കും ചെയ്യും. എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പലർക്കും പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടി ആ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കണ്ടിട്ടില്ലാത്തവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും വേറെ ഏത് കണ്ടില്ലെങ്കിലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ബ്ലൗസിന്റെ കഴുത്ത് ലൂസായി പോയാൽ അതെങ്ങനെ ശരിയാക്കണം എന്നാണ് അതിൻ്റെ ഹെഡിങ്. അങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് അത്. നിങ്ങൾ മിസ് ചെയ്യാതെ, പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറി അത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ. കാരണം അതുപോലുള്ള വീഡിയോ ഒന്നും യൂട്യൂബിലൊന്നും ആരും ഇടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് മിസ് ചെയ്യാതെ ഒന്ന് കാണുക. ഇതാ ഇതിന്റെ സൈഡൊക്കെ നമ്മൾ കറക്റ്റ് പിടിച്ചു വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്ലിറ്റിന്റെ സൈഡ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കളയുക രണ്ട് സൈഡ്. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം എവിടെങ്കിലും വീതി കൂടുതലോ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയാം. അപ്പം നമ്മൾ അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം. ഇനി നമുക്ക് വണ്ണം അളന്ന് നോക്കാം. എത്ര ഇഞ്ച് വണ്ണം വേണമെന്ന് ചുരിദാർ അളവുണ്ടെങ്കിൽ ചുരിദാർ എടുക്കുക, അല്ലെങ്കിൽ അളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. അതനുസരിച്ച് കൈ അളക്കുക, നെഞ്ചുവണ്ണം അളക്കുക, എന്നിട്ട് തയ്ക്കുക. എത്രയാണ് കൈവണ്ണം, എത്രയാണ് നെഞ്ചുവണ്ണം നോക്കി തയ്ക്കണം. ഇതിന്റെ അളവ് എത്ര ഉണ്ടെന്ന് നോക്കിയതാ. അളവ് അത് ഇതൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ വലുതായിട്ട് തയ്ക്കാനില്ല. പിന്നെ കൈവണ്ണം കുറയ്ക്കണം. സൈഡ് നിങ്ങൾ അടിക്കുമ്പോൾ ആ താഴ് ഭാഗത്താണ് ഒന്ന് വളയ്ക്കാനുള്ളത് കേട്ടോ. അതാണ് ശരിക്ക് ഷേപ്പ്. എല്ലാരും ഈ മേളുന്നേ ഷേപ്പ് അവിടെയാണ്, ഞാൻ വരച്ച ആയിക്കല്ലേ, അവിടെയാണ് ഷേപ്പ് കൊടുക്കാനുള്ളത് കേട്ടോ. അവിടെ ഒന്ന് ചെറിയ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അതായത് നോക്കോളൂ ഞാൻ വരയ്ക്കുന്നത്. അവിടെ മാത്രം ഒരല്പം ഒന്ന് വരച്ച് ഷേപ്പായിട്ട് കൊടുക്കണം.
നമുക്ക് ഇതിന്റെ സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് നമ്മൾ സൈഡൊക്കെ നല്ലവണ്ണം കട്ട് ചെയ്തൊക്കെ വെച്ചേക്കാണ്. അതുകൊണ്ട് നെയ്യൊന്നുമില്ല. നിങ്ങൾ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വളഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്ലിറ്റ് അടിക്കുമ്പോൾ ഒന്ന് പെനഞ്ഞു പോകും. അതുകൊണ്ട് വളഞ്ഞിരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ ഈ സ്ലിറ്റിന്റെ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യരുത്, സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് കട്ട് ചെയ്യണം. ഇനി അഥവാ സ്ട്രെയിറ്റ് ആയിട്ടല്ല അല്പം വളഞ്ഞു പോയെങ്കിൽ നമ്മൾ തയ്ച്ച് സ്ലിറ്റ് അടിക്കാൻ നേരത്തെ അതൊന്ന് നിവർത്തി മേശപ്പുറത്തിട്ട് നോക്കി ആ വളവുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം സ്ലിറ്റ് അടിക്കാൻ. എന്നാലേ സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. ഈ ഭാഗം അടിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് അടിച്ചു തീർക്കാം. എന്താ നമ്മള് സ്ലിറ്റ് എല്ലാം അടിച്ചു തീർത്ത് രണ്ട് സൈഡിൽ സ്ലിറ്റ് അടിച്ചു തീർന്ന്. കഴുത്ത് കണ്ടോ? കഴുത്ത് നമ്മള് അളവ് തന്ന അതേ എത്ര എണ്ണം കഴുത്തായിട്ടുണ്ട്. നമുക്ക് അളവെടുപ്പ് എടുത്ത് വെച്ച് നോക്കാം എത്ര ഉണ്ടെന്ന്. ഞാൻ ഷോപ്പിലിരുന്ന് പറയുന്നോണ്ടാണ് ഇവിടെ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്ന കേട്ടോ. നിങ്ങളങ്ങ് ക്ഷമിക്ക്. കണ്ടോ? കഴുത്ത് കണ്ടോ? കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആ ടോപ്പ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.